ബൈസൺ കാളമാടൻ. കാളമാടൻ. കാലമാടൻ തമിഴിൽ വെച്ച് നോക്കുമ്പോൾ കാളമാടൻ എന്നായിരിക്കും എൻ്റെ ഒരു. കാരണം ബൈസൺ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു കാള ആണല്ലോ. അപ്പൊ കാളമാടൻ. കാളയല്ല ശരിക്കും, ബൈസൺ എന്ന് പറഞ്ഞാൽ കാട്ടുപോത്താണ്. ബൈസൺ കാട്ടുപോത്തല്ല, കാട്ടുപോത്തും ബൈസണും വേറെ വേറെ ആണോ? ശരിക്കും ബൈസൺ ഒരു വിഭാഗത്തിൽപ്പെട്ട കാട്ടുപോത്തിന്റെ ഒരു ഇതാണ്. എന്തായാലും അത് പരിസ്ഥിതി പ്രശ്നം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോ ബൈസൺ കാലമാടലിലെ ഒരു പാട്ട് റിലീസായിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിന്റെ ഈയിടെയായിട്ട് ഭയങ്കര ചർച്ച വിഷയമായിട്ടുള്ള മലയാളത്തിന്റെ മുത്തുമണി തന്നെ പറയണം. അതായത് നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ പച്ചയായ പാട്ടിലൂടെ വിളിച്ചു പറയുന്ന, നമ്മുടെ രാഷ്ട്രീയം പാട്ടിലൂടെ പറയുന്ന നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട വേടന്റെ സോങ് ആണ്. ഒരുപാട് രണ്ടുപേരും ഒരേ കാറ്റഗറിയിൽ പെടും. കാരണം ഒരാൾ സിനിമയിലൂടെ പൊളിറ്റിക്സ് പറയുന്നു, ഒരാൾ പാട്ടിലൂടെ പറയുന്നു. എന്തായാലും ആ പാട്ട് നമുക്കൊന്ന് കേട്ടോക്കാം. എന്തായാലും നിങ്ങൾ ഇതിന്റെ ആദ്യത്തെ പാട്ട് കേട്ടിട്ടുണ്ടോ? അടിപൊളി പാട്ടാണ്. നമുക്കറിയാം ദിവാസ് പ്രസന്നയാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. ഫസ്റ്റ് പാട്ട് എന്ന് പറഞ്ഞാൽ ഫുള്ള് നമുക്ക് ഇമോഷണൽ ആയിട്ട് കണക്ട് ആവുന്ന നല്ലൊരു പാട്ടായിരുന്നു. ഈ പാട്ടും തീ കൊളുത്തി, ഈ പാട്ടും അങ്ങനെ തന്നെ ആയിരിക്കും പ്രതീക്ഷിക്കാം. ഇതിന്റെ ആണല്ലോ, വേടന്റെ ആണല്ലോ, എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഒരു ഇതുണ്ടാവും. എന്തായാലും പാട്ട് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. മലയാളം എന്തൊക്കെയോ കേൾക്കണ്ട. കബഡി പോലത്തെ സംഭവം. മാരിസെൽവരാജിന്റെ ആ ബാക്ക്ഗ്രൗണ്ടിലെ ഒരു ചെവിയുടെ സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, ഹെവി സാധനമാണ്. കാളമാടനാടാ. ധ്രുവിന്റെ മോളി പണ്ടേ ഹെവിയാ. അതെ അതെ അതെ, ആളൊരു നല്ലൊരു വേറെ ലുക്കാണല്ലേ. ലുക്കിൽ ഒരു ചേഞ്ചും ഇല്ലേ. മാല വേടനുണ്ട് അറിവ്. ഇതെല്ലാം ഗുസ്തിയൊക്കെ സെറ്റപ്പാണോ? എന്തോ കായികധ്വാനമാണ്. ഈ പണ്ടത്തെ വിക്രം ഓടണ ഫീൽ തോന്നുന്നത് കണ്ടിട്ട്. വിക്രം തന്നെ. ഇവൻ അത്ലറ്റ് ആണെന്നോ സംശയമുണ്ട് കേട്ടോ. എന്തോ അത്ലറ്റ് ആണോ സംശയമുണ്ട്. உன்னத்தான் வாடா, உனக்கு காளமாடம் கதை சொல்றேன் வாடா. உன்னத்தான் வாடா, ஒரு கொம்பு மாடம் கதை சொல்றேன் வாடா. வாடா
കാളമാടൻ. ഓ രജിഷ വിജയനാണ് കാണിച്ചത് തോന്നുന്നുണ്ടോ? കൊള്ളാം. ആ ശ്രേയനുണ്ടോ? കാളത്തല. അടിപൊളി സോങ് ആട്ടോ. അതെ, കിടിലൻ. അതായത് നമ്മുടെ മലയാളത്തില് വേടം പാടിയേക്കണ കുറെ പാട്ടുകളില്ലേ, ആ പാട്ടൊക്കെ തന്നെ. ആ പാട്ടൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ട് തന്നെയാണ് അത്. അതെ അതെ, വേടന്റെ സെയിം അങ്ങനെയല്ല, ഒരു കുറ്റല്ല, വേടന്റെ ഒരു സിഗ്നേച്ചർ ഐറ്റം ഉണ്ട്. സൗണ്ടിന്റെ ആയിരിക്കും ആ ഒരു സെയിം ഇതുപോലെ തന്നെ ഇങ്ങനെ പോണു. പക്ഷെ സംഭവം കൊള്ളാം. അതിന്റെ ഒപ്പം അറിവിന്റെ കൂടി മാസ്റ്റർ പീസ് കയറി കഴിഞ്ഞപ്പോഴല്ല സാധനം നല്ലൊരു പാട്ടാണ്. ഇത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ശരിക്കും പഴയ ഒരു വിക്രത്തിനെ ശരിക്കും അതെ, ആ വീഡിയോയില് അവൻ ആ ഓടണ സീനില് അത് ഡാൻസ് കളിക്കുമ്പോ സീനിലേക്ക് കളിച്ചിട്ടുള്ള ആ സാധനം. അതെ, അത് കറക്റ്റ് വിക്രത്തിന്റെ മോനാണെന്ന് ഒരു DNA ടെസ്റ്റിന്റെ ആവശ്യമില്ല. കറക്റ്റ് വിക്രം തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി ഇതില് എന്തോ ഒരു നാട്ടൻപുറക്കാരൻ പോലീസാണല്ലോ, അതിന്റെ ഒരു എക്സസൈസും പരിപാടി. അതെ, കുറെ എന്തോ അത്ലറ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനുള്ള സപ്പോർട്ട് ആയിട്ടുള്ള ഒരു പാട്ട് പോലെയാണ്. ലിറിക്സ് കൂടുതലും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിക്കുള്ള കാര്യങ്ങളാണ് പറയണത്. പിന്നെ എന്റെ അകത്ത് വേറെ പറയാനാണെങ്കിൽ അറിവിന്റെ കുറച്ച് റാപ്പ് പോലെ തന്നെ ഇടയിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അത് രസമായിട്ടുണ്ട്. സംഭവം മൊത്തത്തില് പാട്ടിന് നല്ലൊരു പോസിറ്റീവ് പാട്ട് തന്നെയാണ്. ഫ്രെയിം ഒക്കെ അടിപൊളിയാണ്. തീകൊളുത്തിയിലും നമ്മൾ കണ്ടു, മുഴുവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലത്തെ ഒരു സംഭവമായിരുന്നു. അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. സംഭവം കിട്ടുമായിട്ടുണ്ട് കേട്ടോ. പാട്ട് അടിപൊളിയാ, നല്ല ഫീൽ ഗുഡ് സോങ് ആണ്. ഒരു മോട്ടിവേഷൻ സോങ് ആണ് ശരിക്കും. ഇതിന്റെ അകത്ത് കാണിച്ചാണ് അവന്റെ ധ്രുവിനൊക്കെ ഫുള്ള് കാണിച്ചേക്കണത്. ഫുള്ള് ഒരു നാട്ടിൻപുറത്ത് ഏറ്റവും താഴെക്കിടയിലുള്ള ആ ഒരു നാട്ടിൻപുറത്തെ ആളുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ പോലെയാണ് കാണിച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് ഇതിലെന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് കയറാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ആയിരിക്കും. എന്തായാലും പടം ഇറങ്ങിയാലാണ് നമുക്കത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ദീപാവലിക്ക് പടം ഇറങ്ങും, എല്ലാവരും പടം കാണണം. മുമ്പത്തെ നമ്മുടെ തീക്കുളത്തി ആണെങ്കിൽ ഫുള്ളൊരു നെഗറ്റീവ്, സങ്കടം, വിഷാദം ആ രീതിക്ക്. ഇതിന്റെ തുടക്കം പക്ഷെ ഇത് ഫുള്ള് മോട്ടിവേഷനും പോസിറ്റീവും കാര്യങ്ങളെല്ലാം. ഈ പാട്ടിന്റെ തുടക്കം ഞാൻ കണ്ടപ്പോ ആ വീടിന് നടുക്ക് മഴ ചെയ്യുന്ന സീൻ പോലൊരു സീൻ ഉണ്ടല്ലോ, അല്ല ഇത് സാധനം നല്ല പാട്ടായിരുന്നു. അതും നല്ല പാട്ടാണ്. രണ്ടും മൂടാണെന്നുള്ളൂ. എന്തായാലും നിവാസ് പ്രസന്ന അടിപൊളിയാ. ആള് ഭയങ്കര ടാലന്റഡ് പേഴ്സൺ ആണ്. നല്ല നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ആളുടെ പാട്ടുകൾ വന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും ദീപാവലിയില് സെൽവരാജൻ എങ്ങനെയാണ് പൊളിറ്റിക്സ് കാട്ടുന്നത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ആളുടെ പടം നന്നായിരിക്കും. എന്തെങ്കിലും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം പടത്തിലുണ്ടാവും. നല്ലൊരു അടിപൊളി എന്തെങ്കിലും പ്ലോട്ട് ഒക്കെ ഇട്ട് നല്ല സൂപ്പർ ആയിട്ട് പുള്ളി ചെയ്യാറുള്ളൂ. എന്തായാലും നമുക്ക് ദീപാവലിക്ക് കണ്ടിരിക്കാം. ഓക്കെ, അടുത്ത